ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചെല്ലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 4 കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഒരു 1.25 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. വേറെ പച്ചമുളകൊന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓനിയൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഉള്ളിത്തുമ്പ് അതാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം പാടെ നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതേപോലെ മിക്സ് ചെയ്തെടുക്കണം. മുട്ട നല്ലോണം നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഓംലെറ്റ് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറഞ്ഞത്. ഇനി 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർക്കുന്നത്. പകരം ഓയിലോ നെയ്യോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. വെളിച്ചെണ്ണ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ഹാർഡായി പോകരുത്. നല്ല സോഫ്റ്റ് ആയിട്ട് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പതുക്കെ ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിത് റെഡിയാക്കി എടുത്താൽ മതിയാകും. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കിയതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ മുഴുവൻ ഇവിടെ കോരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 6 പീസ് ബ്രെഡാണ്. അതിൽ നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. അത് ബ്രെഡിൻ്റെ 2 ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. 2 ബ്രെഡിൻ്റെ ഓരോ സൈഡിലും ആക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിവിടെ മുട്ട വറുത്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഞാൻ 1 പീസ് ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു ബട്ടർ 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സാൻഡ്വിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗം ആകുന്ന സമയത്ത് ബ്രെഡിൻ്റെ ഈ ഭാഗത്തു കൂടെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആക്കി കൊടുക്കാം. പകരം നെയ്യോ അല്ലെങ്കിൽ ഓയിലോ യൂസ് ചെയ്യാം, ബട്ടർ കയ്യിലില്ലെങ്കിൽ കേട്ടോ. ബട്ടറാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ 2 ഭാഗം ആകുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം, ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ബ്രെഡും മുട്ടയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധാരണ ചേരുവകളാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് ഇത്. കുട്ടികൾക്ക് സ്നാക്കായിട്ട് സ്കൂൾക്ക് കൊടുത്തു വിടാനും അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾ അവർക്ക് കഴിക്കാനും കൊടുക്കാനും നല്ലതാണ്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമായ ഒരു ഐറ്റം കൂടിയാണ് ഈ സാൻഡ്വിച്ച് ഐറ്റം. അപ്പോൾ കുട്ടികൾക്കൊന്നും മാത്രമല്ല വലിയവർക്കും ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ രാവിലെയൊക്കെ നേരമേക്ക് എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാനും പറ്റും. അപ്പോൾ ഇതാ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഈ ഒരു ബ്രെഡ് എഗ്ഗ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.